നമസ്കാരം. 1988-ലായിരുന്നു ദിലീപും മഞ്ജുവും വാര്യരും വിവാഹം കഴിക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ വാർത്ത എത്തിയത്. കരിയറിൽ മഞ്ജു കത്തി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം. സാധാരണ നടിമാർ വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറുള്ളതുകൊണ്ട് മഞ്ജു ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ. എന്നിരുന്നാലും ദിലീപ് മഞ്ജു വാര്യർ ജോഡി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ട് സിനിമാ ജീവിതത്തോട് മഞ്ജു വിട പറയുകയായിരുന്നു. അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിതസഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. മലയാള സിനിമ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ താരജോഡികളാണ് കാവ്യ മാധവനും ദിലീപും. മഞ്ജു വാര്യർ ദിലീപ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കിയിരുന്നു. ഇന്നും ഇരുവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല. ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുവരെയും ചേർത്ത് വയ്ക്കുന്ന ഒരു കണ്ണിയുണ്ട്. ഏകമകൾ മീനാക്ഷി ദിലീപ്. ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഏവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു. മഞ്ജു വാര്യരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി. കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്ക് പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാമുള്ള മറുപടി അന്നു മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിലൂടെ ദിലീപും കാവ്യയും പ്രേക്ഷകർക്ക് നൽകി കഴിഞ്ഞു. മാത്രമല്ല, ദിലീപ് കാവ്യ വിവാഹത്തിന് ചുക്കാൻ പിടിച്ചതും എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നതും മീനാക്ഷിയായിരുന്നു. സ്വന്തം മകൾ മഹാലക്ഷ്മിയെ പോലെ തന്നെയാണ് കാവ്യയ്ക്ക് ഇപ്പോൾ മീനാക്ഷിയും. കാവ്യയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസാ പോസ്റ്റുമായി മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട്. വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു. പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല. മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത്. ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം. അതിന്റെ തെളിവായിരുന്നു മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിന്റെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും. എന്നാൽ അത് വാർത്തകളിൽ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തുപോയി. മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട്. മഞ്ജു മാത്രമല്ല, മധു വാര്യർ മീനാക്ഷി ഫാൻ തന്നെയാണ്. അതേസമയം മറ്റൊരു സംഗതിയാണ് ഇപ്പോൾ മഞ്ജു ഫാൻസിന്റെ കണ്ടെത്തൽ. മറ്റൊന്നുമല്ല, 3 മില്യൺ ഫോളോവേഴ്സാണ് മഞ്ജുവിന് ഇൻസ്റ്റയിൽ ഉള്ളത്. 152 പേരെ മാത്രമാണ് മഞ്ജു അങ്ങോട്ട് ഫോളോ ചെയ്യുന്നതും. അതിലൊരാൾ മീനാക്ഷി ദിലീപാണ്. സംഭവം മറ്റൊന്നുമല്ല, ഇതുവരെ ഫോളോവേഴ്സ് ലിസ്റ്റ് ഹൈഡ് ചെയ്യാത്ത മഞ്ജു ഇപ്പോൾ ആദ്യമായി തന്നെ ഫോളോവേഴ്സ് ലിസ്റ്റ് ഹൈഡ് ചെയ്തു എന്നാണ് പരക്കെയുള്ള സംസാരം. പക്ഷേ ഇൻസ്റ്റയുടെ അപ്ഡേഷൻ പ്രകാരം പരസ്പരം ഫോളോവേഴ്സ് അല്ലാത്ത ആർക്കും ആ ലിസ്റ്റിലുള്ള ആളുകളെ നിലവിൽ കാണാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ മോൾക്ക് വേണ്ടി മഞ്ജു ഹൈഡ് ചെയ്തതല്ലേ ഇത് എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. കാരണം മഞ്ജുവിന്റെ അടുത്തേക്ക് മീനാക്ഷി എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോഴും പ്രേക്ഷകർ. അതേസമയം ജയറാം പാർവതി ദമ്പതിമാരുടെ മകന് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് മഞ്ജു എത്തിയിരുന്നു. മാളവിയുടെ വിവാഹത്തിന് മഞ്ജു എത്തിയിരുന്നില്ല. കാളിദാസ് വിവാഹത്തിന് എത്തും എന്നുള്ള ആകാംക്ഷ സിനിമാ പ്രേമികൾ ചിലർക്കുണ്ടായിരുന്നുവെങ്കിലും മഞ്ജു ഗുരുവായൂരിലും എത്തിക്കണ്ടില്ല. അതേസമയം ചെന്നൈയിൽ നടക്കുന്ന ചടങ്ങുകളിൽ നിന്നും മഞ്ജു വിട്ടുനിൽക്കുവാനാണ് സാധ്യതയെന്നും പ്രേക്ഷകർ പറഞ്ഞിരുന്നു. കാരണം മകൾക്ക് വേണ്ടി മഞ്ജു പിന്മാറിക്കൊടുക്കുന്നു എന്ന തരത്തിലൊരു സംസാരം ഇടക്കാലത്തും നടന്നിരുന്നു.